24 hours നിങ്ങൾ ഉണർന്നിരിക്കേണ്ട ഒരു പണിയാണ് ജേർണലിസം. ജേർണലിസം എന്നുള്ളത് ഒരു ആക്ടിവിസ്റ്റ് ജോലിയും കൂടിയാണ്. നിങ്ങൾ സമൂഹത്തിൽ ഒരു ഇഷ്യൂവിനോടൊപ്പം ജീവിക്കുന്നു, ആ ഇഷ്യൂ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ദർ ഈസ് നോ റെസ്റ്റ് ഫോർ എ ജേർണലിസ്റ്റ്. അയാളെ സംബന്ധിച്ച് ചേഞ്ച് ഓഫ് ന്യൂസുമാണ് അയാളുടെ റെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾ അതിനകത്ത് എക്സിൽ ചെയ്യും. ഇന്ന് കാർഷിക ബില്ലാണെങ്കിൽ നാളെ മാനസിക കാപ്പൻ, ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ പ്രധാനമന്ത്രി BPC, രാത്രിയാകുമ്പോഴേക്ക് തൊഴിൽ നിയമനം. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ കടന്നു പോകുന്നത് 4-5 ജീവിതങ്ങളിലൂടെയാണ്. പല ജീവിതങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരേ സമയം കടന്നു പോവുക എന്നുള്ളത്. ഇതിൽ എവിടെയെങ്കിലും വെച്ച് ഇത് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതിയാൽ നിങ്ങൾ നാളെ ഔട്ട്ഡേറ്റഡ് ആവും. ഏറ്റവും വേഗം ഔട്ട്ഡേറ്റഡ് ആവുന്ന ഒരു പ്രൊഫഷനാണ് ജേർണലിസം എന്നുള്ളത്. കാരണം ഇന്ന് നിങ്ങൾ റിഫ്രഷ് ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ്. ബാക്കി ഏത് ജോലിക്കും 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാം. പക്ഷേ ഇന്ന് അപ്ഡേറ്റഡ് ആയിരിക്കണം, നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ 4 മണി ഷോയ്ക്ക് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ ഒരു കുഴപ്പമുള്ളത് നിങ്ങൾക്ക് അത് ആഴത്തിൽ പഠിക്കാനുള്ള സമയം കിട്ടത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ടെലിവിഷൻ ജേർണലിസം എപ്പോഴും സൂപ്പർഫിഷ്യൽ ആയിരിക്കും. അതൊരു പ്രിന്റ് മീഡിയയുടെ അത്ര ആഴത്തിലുള്ള വിശകലനമൊന്നും അതിൽ നടക്കാത്തതിന്റെ കാരണം അതാണ്. പിന്നെ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുമില്ല. ആഴത്തിൽ വായിക്കേണ്ടവർ വായിക്കാനാണ് ശ്രമിക്കുക, കേൾക്കാനല്ല ശ്രമിക്കുക. അതുകൊണ്ട് ഒരു മാർക്കറ്റ് ഓറിയന്റഡ് ആയ ഒരു ചാനലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആഴത്തിൽ പോകുന്നതിനപ്പുറം പരപ്പിൽ പോകാൻ ഉള്ളൊരു പ്രവണത വരും സ്വാഭാവികമായും. പക്ഷെ ചില വിഷയങ്ങളിലെങ്കിലും നമുക്ക് നീതി പുലർത്താൻ ചില സെഗ്മെന്റുകളിൽ നമ്മൾ ഒരു ആഴത്തിൽ പോകാറുണ്ട്. ഈ പല വിചിത്രമായ സ്വഭാവ രീതികളും ചിന്താഗതികളും ഒക്കെ ഉള്ള ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഞാൻ കണക്കാക്കുന്ന പ്രോഗ്രാമാണ് ജനകീയ കോടതി. എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് എന്റെ പൊന്നോ. അതിൽ ചേട്ടന് ഏറ്റവും വിചിത്രമായി തോന്നിയ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? മനുഷ്യർ വളരെ അമേസിംഗ് ആണ്. എത്രമാത്രം വ്യത്യസ്തമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളത്, വ്യത്യസ്തമായ ചിന്താധാരകളുള്ളവർ. അതിൽ ഞാൻ പേര് പറയുന്നില്ല, ഒരു സെലിബ്രിറ്റി, ഒരു പൊളിറ്റിക്കലായി താല്പര്യമുള്ള ഒരു സെലിബ്രിറ്റി, അദ്ദേഹം നമ്മളോട് പറഞ്ഞത് എന്ത് ചോദ്യം വേണമെങ്കിലും ഇയാൾക്ക് എന്നോട് ചോദിക്കാം, എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, ഞാൻ അതിന് ഉത്തരം ധൈര്യമായിട്ട് പറയും, അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു പകുതി ആയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ടെമ്പർ വിടുന്ന ഒരു കട്ടായി. പിന്നെ അതിനുശേഷം ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാവുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്ന മനുഷ്യരുണ്ട്. അതേസമയം വളരെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നവരുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പോ അതിൽ എനിക്ക് തോന്നുന്നു ഈ മോഹനൻ വൈദ്യരുടെ ഒരു എപ്പിസോഡുണ്ട്. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് കണ്ടൊരു എപ്പിസോഡ്. ഈ മോഹനൻ വൈദ്യരെ ആദ്യം ഏഷ്യനെ നമ്മൾ തമ്മിൽ ആണ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത്, അവതരിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ മേഖലയിൽ വൈദഗ്ധ്യം നേടിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പക്ഷെ പിന്നീടാണ് നമ്മൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നതും അത് എത്രമാത്രം പ്രതികൂലമായിട്ടാണ് സമൂഹത്തെ ബാധിക്കുന്നതെന്ന ചോദ്യമുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കാനൊക്കെ അവസരം കൊടുത്തു. പക്ഷെ ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആവുന്ന നമ്മൾ സങ്കല്പിച്ച പോലുമില്ല. പക്ഷെ ഇത് ടെലികാസ്റ്റ് ചെയ്തപ്പോഴേക്ക് നമ്മൾ ഷൂട്ട് ചെയ്തതിന്റെ ഇരട്ടി ഇമ്പാക്ട് അതിനുണ്ടാക്കാൻ സാധിച്ചു. അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.